മുളക് ചെടികളിൽ പൊതുവെ കാണുന്ന ഇലമുരടിപ്പും അതുപോലെ വെള്ളീച്ചയും ഇല്ലാതാക്കുന്നതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രതിവിധിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് ഞങ്ങളിവിടെ പരീക്ഷിച്ച് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ നാളായിട്ട് ഞങ്ങൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളീച്ചയൊക്കെ വരികയാണെങ്കിൽ അതുപോലെ ഇലമുരടിപ്പും സാധാരണ എല്ലാ തരം കാന്താരി ആയാലും പച്ചമുളക് ആയാലും അതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളീച്ചയും മുരടിപ്പൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ തുടക്കത്തിൽ തന്നെ അത് കാണുമ്പോൾ ആവുന്നതും വെള്ളിയാഴ്ച ഈ മുരടിപ്പൊക്കെ വരുന്നതിന് മുമ്പ് അത് തളിക്കുക. ഇനിയിപ്പോൾ അത് മുരടിപ്പ് കണ്ടു തുടങ്ങിയാൽ ഉടനെ തന്നെ ഇത് തളിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുളകൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അല്ലെങ്കിൽ മുരടിപ്പ് വന്ന് കുറേ നാളിങ്ങനെ ഇരുന്നാൽ ഈ ചെടി നശിച്ചു പോകും. പിന്നെ നമുക്ക് ഈ മുളകടിയൊക്കെ നടാനുള്ള ഒരു ഇൻട്രസ്റ്റ് തന്നെ ഇല്ലാണ്ടാവും. ഇവിടെ ഇതുണ്ട് കാന്താരി, അങ്ങനെ പലതരം മുളകൾ, എല്ലാ തരം മുളകൾ ഇവിടെ ഉണ്ട്. വെള്ളീച്ചയൊക്കെ വരുന്നതാണെങ്കിൽ ഈ ഭാഗത്ത് ഈ ഇലയുടെ അടിയിലാണ് വെള്ളീച്ചയൊക്കെ ഇരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് കാണാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ തളിച്ചു കൊടുക്കുമ്പോൾ ഇലയുടെ അടിയിലും കൂടി തളിച്ചു കൊടുക്കണം. അപ്പോൾ ഇതെന്താണെന്ന് പറയാം. ഇത് തലേദിവസം കഞ്ഞിവെള്ളം നേർപ്പിച്ചെടുക്കുക. 4 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കുക. കഞ്ഞിവെള്ളം കട്ടിയുള്ളതാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കും. അതിലേക്ക് ഒരു പിടി വിറകടുപ്പിലെ ചാരം ഇട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് അരിച്ചെടുക്കുക. കാരണം എന്നിട്ട് അരിച്ചെടുത്ത വാട്ടറാണ് നമ്മൾ തളിക്കാൻ ഉപയോഗിക്കേണ്ടത്. അരിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ തളിക്കുമ്പോൾ ഇതിലൊക്കെ പറ്റി പിടിക്കുമ്പോൾ ഇലയിലങ്ങനെ പറ്റി പിടിക്കരുത്. ഇല എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന മിക്സ് ചെയ്തത്, അതായത് കഞ്ഞിവെള്ളത്തിൽ ഈ പിന്നെ ചാരം മിക്സ് ചെയ്തത് അരിച്ചെടുത്ത് നമ്മൾ ഇവിടെയൊക്കെ എല്ലാത്തിനും തളിച്ചു കൊടുക്കുക. അപ്പോൾ മുരടിപ്പുള്ളതിനും ഇല്ലാത്തതിനും എല്ലാത്തിനും തളിക്കണം. തളിക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ തണ്ടിയിലും ഒക്കെ കിട്ടുന്ന രീതിയിൽ വേണം അടിക്കുക, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മുളകൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ മുരടിപ്പ് ഓൾറെഡി ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഇത് തളിക്കണം. ഇത് തളിച്ചുകൊണ്ട് ഇതിപ്പോൾ ഈ കഞ്ഞിവെള്ളം ഒരു ഫെർട്ടിലൈസറാണ്. അതിൽ ഈ ചെടികൾക്ക് വേണ്ട മൂലകങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ചാരത്തിൽ പൊട്ടാഷ്യം അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഇതിൽ. ഈ ചെടിയുടെ കടഭാഗത്തും കൂടി കുറച്ച് ബാക്കിയുള്ളതൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്തുകൊണ്ടിരിക്കണം. മുരടിപ്പ് ഇപ്പോൾ ഉള്ളതാണെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ 10 ദിവസത്തൊന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ചെയ്യുന്ന സമയം രാവിലെ ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല വൈകിട്ട് ആണ് തളിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നല്ല രീതിയിൽ മുളകൊക്കെ ഉണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.